ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നടന്ന ഡ്രൈവർ കം ഒ എയുടെ നമുക്ക് അതിലുള്ള ബയോളജി ജീവശാസ്ത്രത്തിന് ചോദിച്ച ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും വിശദീകരണങ്ങളുമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? സാർവത്രിക ദാതാവ്, എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്ന രക്തഗ്രൂപ്പ് ഏതെന്നാണ്. അതിൽ ഓപ്ഷൻ എ ബി, ആദ്യത്തെ എ ബി എന്നാണ്. എ ബി എന്ന് വെച്ചാൽ നമ്മൾ എ ബി തന്നെ ഓർത്തോളണം കേട്ടോ. ആൻറ്റിബോഡികളില്ലാത്ത രക്തഗ്രൂപ്പാണ് എ ബി. ആൻറ്റിബോഡികളില്ലാത്തതുകൊണ്ട് തന്നെ എ ബി രക്തഗ്രൂപ്പ് സാർവക സ്വീകർത്താവ്, യൂണിവേഴ്സൽ റെസിപ്റ്ററാണ്. ആരെന്ന് വേണമെങ്കിലും രക്തം സ്വീകരിക്കാം. സാർവത്രിക സ്വീകർത്താവാണ് എ ബി. ഓ രക്തഗ്രൂപ്പിൽ ആൻറ്റിജൻ ഇല്ല. ഓ രക്തഗ്രൂപ്പിൽ ആൻറ്റിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും രക്തം കൊടുക്കാം. നിനക്ക് രക്തം കൊടുക്കാൻ പറ്റുമോ? ഓ എന്ന് വിളിക്കൊണ്ടാൽ മതി. അപ്പോൾ സാർവത്രിക ദാതാവ് ഓയാണ്. അപ്പോൾ അതിൻ്റെ ആൻസറായി. ശ്വാസകോശത്തിൽ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശിഭിത്തി ഏത്? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം. ഭാരം കുറവ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ചലനങ്ങൾക്ക് സഹായിക്കുന്ന പേശികളില്ലാത്ത നമ്മുടെ ശരീരത്തിലെ ഏക അവയവമാണ് ശ്വാസകോശം. എന്നാൽ ശ്വാസകോശത്തെ ചലിക്കാൻ സഹായിക്കുന്ന പേശി നിർമ്മിത ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ പെരിക്കാർഡിയം അല്ല. പെരിക്കാർഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആവരണത്തെയാണ് പെരിക്കാർഡിയോ എന്ന് പറയുന്നത്. സി ആകൃതിയിലുള്ള തരുണാസ്ഥികൾ, അതുമല്ല. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഓപ്പണിംഗായ ട്രക്കിയിലെ കാണപ്പെടുന്നതൊക്കെയാണ് സി ആകൃതിയിലുള്ള തരുണാസ്ഥികൾ. ക്ലോമപിതാനം എന്ന് പറയുന്നത് എപ്പിഗ്ലോട്ടിസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് നമ്മൾ ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആഹാരവും അതേപോലെ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴത്തേക്ക് ശ്വാസനാളവും അന്നനാളവും ഒക്കെ ഒന്നിക്കുന്ന നമ്മളൊരു പൊതു ഇടമുണ്ട്. അതിന് ഫാരിങ്സ്, ഗ്രസനി എന്നാണ് പറയുന്നത്. നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ഈ ആഹാര സാധനങ്ങൾ ശ്വാസനാളത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ചോക്കിങ്ങും അത് മരണത്തിനൊക്കെ കാരണമാകുന്ന ഒന്നാണ്. നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ഈ പറയുന്ന ശ്വാസനാളത്തിലോട്ട് ആഹാരം കടക്കാതെ സൂക്ഷിക്കുന്ന ഒരു ക്ലോമപിതാനം, ഒരു ഫ്ലാപ്പ് ലൈക്ക് ഓർഗനാണ് ക്ലോമപിതാനം അഥവാ എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ അതുമല്ല. ഓപ്ഷൻ ഡി ഡയഫ്രമാണ് ആൻസർ. ഡയഫ്രത്തിൻ്റെ മലയാളം പ്രാചീരം എന്നാണ്. ശ്വാസകോശത്തെ ചലിക്കാൻ സഹായിക്കുന്ന പേശി നിർമ്മിത ഭാഗമാണ് ഡയഫ്രം. ശ്വാസകോശത്തെ ചലിക്കാൻ സഹായിക്കുന്ന വാരിയെല്ലുകൾക്കിടയിലെ പേശികൾ ചോദിച്ചാൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ്, അന്തർപാർശ്വിക പേശികളാണ്. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ, വിറ്റാമിനുകൾ ഏതെല്ലാം? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. കൊഴുപ്പ് ശരീരത്തിന് കേടാ അല്ലെങ്കിൽ അടക്ക്. കൊഴുപ്പ് ലയിക്കുന്നത് അടക്ക്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ബിയും സിയും. ഈ വകം ബിയും സിയും, അതായത് 43 ബി ആൻസർ. താഴെ തന്നിരിക്കുന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? മന്ത് ബാക്ടീരിയയിലെ ഒരു പ്രോട്ടോസോവൽ രോഗമാണ്. ചിക്കൻ ബോക്സ് വൈറസ് രോഗമാണ്. പോളിയോയും വൈറസ് രോഗമാണ്. ഇതിൽ ആൻസർ ബാക്ടീരിയ രോഗം, ടൈഫോയിഡ്. സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ടൈഫോയിഡ്. നമ്മുടെ കുടലിനെ ബാധിക്കുന്ന രോഗമാണ് ടൈഫോയിഡ്. അതുപോലെ തന്നെ നമുക്ക് മനുഷ്യന് ഏറ്റവും ആപൽക്കരമായിട്ടുള്ളൊരു ഷഡ്പദമാണ് പാറ്റ. പാറ്റയുടെ ശാസ്ത്രനാമം പെരിപ്ലാനറ്റ അമേരിക്കൻ എന്നാണ് പാറ്റയുടെ ശാസ്ത്രനാമം. പാറ്റയ്ക്ക് പരത്താൻ കഴിവുള്ള രോഗം കൂടിയാണ് ഏതെന്ന് പറയുന്നത് ടൈഫോയിഡ് എന്ന് പറയുന്നത്. ഈ ടൈഫോയിഡ് ടെസ്റ്റ് വൈഡാൽ ടെസ്റ്റ് എന്ന് പറയും. ടൈഫോയിഡ് രോഗം തിരിച്ചറിയുന്നുള്ള പരിശോധനയാണ് വൈഡൽ ടെസ്റ്റ്. അതുപോലെ തന്നെ ഈ ടൈഫോയിഡ് രോഗം സാൽമോണല്ല ടൈഫി, അതിൻ്റെ ടൈഫോയിഡിൻ്റെ മലയാളം എന്ന് പറയുന്നത് സന്നിപാത ജ്വരം. പോളിയോ എന്ന് പറയുന്നത് വൈറസ് രോഗമാണ്. പോളിയോ വൈറസ് പരത്തുന്ന രോഗം. പോളിയോ രോഗം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് പോളിയോ. വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പോളിയോ എന്ന് പറയുന്ന രോഗത്തിനെതിരെ വാക്സിനാണ് അതിൻ്റെ നമുക്കുള്ള പോളിയോ വരാതിരിക്കാനുള്ള ഒരു രീതി എന്ന് വെച്ചാൽ വാക്സിൻ എടുക്കുകയാണ്. പോളിയോ വാക്സിൻ കണ്ടെത്തിയ ആളുടെ പേര് ജൊനാസിസ് സാൽക്ക് എന്നാണ്. പോളിയോ വാക്സിൻ കണ്ടെത്തിയ ആളുടെ പേര്. ഈ പോളിയോ വാക്സിൻ നമ്മുടെ ഈ വായിൽ കൊടുക്കുന്ന OPV, ഓറൽ പോളിയോ വാക്സിൻ രൂപത്തിലോട്ടാക്കിയ ആളുടെ പേര് ആൽബർട്ട് സാബിൻ. IPV, ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ജൊനാസിസ് സാൽക്ക്. അപ്പോൾ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ജൊനാസിസ് സാൽക്കും. അത് വായിൽ കൊടുക്കുന്ന രൂപത്തിൽ ഓറൽ പോളിയോ വാക്സിൻ്റെ രൂപത്തിലാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അത് ആൽബർട്ട് സാബിനുമാണ്. ആൽബർട്ട് സാബിൻ. പോളിയോ. ഇപ്പോൾ ഇന്ത്യ ഒരു പോളിയോ മുക്ത രാജ്യമാണ്, പോളിയോ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത മന്തെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പ്രാദേശിക രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് മന്ത്. എലിഫൻറ്റാസിസ്. നമ്മുടെ ലിംഫ് ഗ്രന്ഥികളിൽ ഉച്ചേറിയ ബ്രാങ്കോഫ്റ്റി എന്ന് പറയുന്ന വിര ഈ പറയുന്ന നമ്മുടെ ലിംഫ് ഗ്രന്ഥികളിൽ കയറി ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ മന്ത് എന്ന് പറയുന്ന രോഗം. പ്രോട്ടോസോവൽ രോഗമാണ്. താഴെ തന്നിട്ടുള്ള സൂചനകൾ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കുക.
അതിൽ ഒന്ന് അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക് ശരിയായ രീതിയാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതു എന്ന് ചോദിച്ചാൽ അത് അയഡിനാണ്. അയഡിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ തൈറോയ്ഡ് ഗ്രന്ഥി തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ അയഡിന് കുറവുണ്ടെങ്കിൽ ഇത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അപ്പം തൈറോയ്ഡ് ഗ്രന്ഥി കൂടുതൽ ഓവർ പണി ചെയ്യും. അപ്പം നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഇങ്ങനെ വീങ്ങി വരും. അതാണ് തൊണ്ടമുഴ അല്ലെങ്കിൽ ഗോയിറ്റർ. ഇരുമ്പ്, അയൺ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ശരിയാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന നമ്മുടെ RBC ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഓക്സിജൻ സംവഹനത്തിന് സഹായിക്കുന്ന ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ഇരുമ്പാണ്. സോഡിയം എല്ലുകളുടെ രൂപീകരണത്തിന് തെറ്റാണ്. എല്ലുകളുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന 3 ധാതുക്കൾ ഏതെന്ന് ചോദിച്ചാൽ കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം. കാൽസ്യവും ഫോസ്ഫറസും മഗ്നീഷ്യം ഓർത്ത് വെച്ചിരിക്കുക. കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൽസ്യം ശരീരത്തിന് ആവശ്യമായ ജലം നിർത്തുന്നതിന്, സോഡിയമാണ് ശരീരത്തിന് ആവശ്യമായ ജലം നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ധാതു. കാൽസ്യം എന്ന് പറയുന്ന അസ്ഥികളുടെ രൂപീകരണത്തിന് മനുഷ്യരിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇതിൽ ശരി അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക്, ഇരുമ്പ് ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് 1, 2 ഓപ്ഷൻ ബി ആണ് ശരി. മലമ്പനി രോഗം പരത്തുന്ന കൊതുക് അനോഫിലസ് പെൺകൊതുക്, ഈഡിസ് പെൺകൊതുക്, ക്യൂലെക്സ് ഇവയൊന്നുമല്ല. മലമ്പനി രോഗം പരത്തുന്ന ആരെന്ന് വെച്ചാൽ മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏത്? ഓപ്ഷൻ എ അനോഫിലസ് കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്. ഇതിൽ ഓപ്ഷൻ ബി ഉണ്ട് ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന രോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെങ്കിപ്പനിയാണ്. ക്യൂലെക്സ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗമാണ് മന്ത് എന്ന് പറയുന്ന രോഗം. അപ്പോൾ അനോഫിലസ് കൊതുകുകളാണ്. ഓപ്ഷൻ എ ആണ് ശരി, മലമ്പനി രോഗം പരത്തുന്നത്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ, അതായത് കുറയ്ക്കുന്ന ഹോർമോൺ വെച്ചാൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാതെ നോക്കുന്ന ഹോർമോൺ ഏത്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി രക്തത്തിലെ ഹോർമോൺ, അതായത് ഗ്ലൂക്കോസ് കുറയ്ക്കുന്ന ഹോർമോൺ എന്ന് വെച്ചാൽ അത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനാണ്. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കരളിൽ സംഭരിക്കാൻ സഹായിക്കും. തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ തോത് കൂട്ടുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അത് ഗ്ലൂക്കഗോണാണ്. ഗ്ലൂക്കഗോൺ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയാതെ നോക്കും. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? ഓപ്ഷൻ എ സുഹൃതം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ക്യാൻസർ രോഗികൾക്കുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് സുഹൃതം എന്ന് പറയുന്നത്. സുഹൃതം മമ്മൂട്ടിയുടെ ഒരു സിനിമയാണ്. അതിൽ മമ്മൂട്ടിക്ക് ക്യാൻസർ രോഗം വരുന്നൊരു സിനിമയാണ്. ആശ്വാസകിരണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഒരു കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരെ പരിചരിക്കുന്നവർക്കൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. മൃതസഞ്ജീവനി, ആൻസർ മൃതസഞ്ജീവനിയാണ്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയ മരണാനന്തര അവയവകൈമാറ്റ പദ്ധതി എന്ന് പറയുന്നത് മൃതസഞ്ജീവനിയാണ്. അതിപ്പോൾ ഒന്ന് പേര് മാറി കേസോട്ടോ എന്നായിട്ടുണ്ട്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, കേസോട്ടോ. സാന്ത്വനം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കുടുംബശ്രീ തുടങ്ങിയൊരു പദ്ധതിയാണ്. അതായത് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാ ദിവസവും ഈ പറയുന്ന ലാബുകളിലൊന്നും പോകാൻ കഴിയാത്തവർക്ക് വീടുകളിൽ ചെന്ന് രക്തപരിശോധനയ്ക്കുള്ളൊരു പദ്ധതിയായിട്ട് ഈ പറയുന്ന നമ്മുടെ കുടുംബശ്രീക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സാന്ത്വനം. അപ്പം ഇതിൻ്റെ ഉത്തരവ് ഏതാണ്? മൃതസഞ്ജീവനി ബ്രാൻഡ് അംബാസഡർ മോഹൻലാലാണ്. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗം. ഓപ്ഷൻ എ അമിത രക്തസമ്മർദ്ദമാണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ ആണ്. കൊഴുപ്പടിഞ്ഞ് വ്യാസം കുറയുന്നതിന് മൂലം രക്തം നന്നായിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ സമ്മർദ്ദം കൂടും. അമിത രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ്, പ്രമേഹം, ക്ഷയം, കുഷ്ഠരോഗമൊക്കെയാണ് അതിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേരള സർക്കാർ, അതായത് അശ്വമേധം എന്ന് പറഞ്ഞാൽ തോപ്പൽ ഭാസിയുടെ ഒരു നാടകമുണ്ട്. KPSC ഒരു പ്രശസ്ത നാടകമാണ്. പാമ്പുകൾക്ക് മാടമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട് എന്നൊക്കെ പാട്ടൊക്കെ വരുന്ന സ്ഥിരമാണ്. അതിൽ ആ കഥ പറയുന്ന കുഷ്ഠരോഗം ആണ്. അപ്പോൾ ഈ കുഷ്ഠരോഗം ബാധിച്ചവർക്കായിട്ടുള്ള സർക്കാർ തുടങ്ങി വെച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് ഇത് അശ്വമേധം എന്ന് പറയുന്ന പദ്ധതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നതിന് ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗം അമിത രക്തസമ്മർദ്ദം. അത് കഴിഞ്ഞിട്ട് കൊടുത്ത പ്രമേഹമാണ്. പ്രമേഹം എന്ന് പറയുന്നത് ഡയബറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫാസ്റ്റിംഗ് ടെസ്റ്റിൽ നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് 126 കൂടുതലാണെങ്കിൽ നമുക്ക് പ്രമേഹ രോഗിയായിട്ട് കണക്കാക്കാം. അപ്പം പ്രമേഹ രോഗം ബാധിച്ചവരിൽ മൂത്രത്തിലൂടെ അമിതമായിട്ട് നഷ്ടപ്പെടും? ഗ്ലൂക്കോസ് നഷ്ടപ്പെടും. പ്രമേഹ രോഗികൾ മെലിഞ്ഞിരിക്കും. ഡയബറ്റിക്സ് മെലിറ്റസ് ഓർത്തിരിക്കുക. പ്രമേഹ രോഗികളിൽ മൂത്രത്തിലൂടെ ധാരാളമായിട്ട് നഷ്ടപ്പെടുന്നതാണ്? ഈ പറയുന്ന മൂത്രം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഡയബറ്റിക് ഇൻസിപ്പിഡസ് ഉണ്ട്. അത് മൂത്രത്തിലൂടെ ധാരാളം ജലം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അത് വാസോപ്രസിൻ്റെ കുറവ് മൂലമാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ചാൽ കരൾ വീക്കമാണ്. കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ്, കരൾ വീക്കം. ജോണ്ടിസ്, മഞ്ഞപ്പിത്തം.
പിന്നെയുള്ള ഏതാണ് സിറോസിസ്, കരൾ ജീർണം. അത് മൂന്നും കരളിനെ ബാധിക്കുന്ന രോഗമാണ്. ഗ്ലൂക്കോമ അല്ലെങ്കിൽ ഗ്ലോക്കോമ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അത് കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ഏതാ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ എയ്ഡ്സിന് നിങ്ങൾ ന്യൂസ് ഓർത്തിരിക്കുക. NEWS ന്യൂസ്. എയ്ഡ്സ് സ്ഥിരീകരണ ടെസ്റ്റുകൾക്ക് NEWS ന്യൂസ് എന്ന് ഓർത്തിരിക്കുക. നേവ ടെസ്റ്റ്, നേവ ടെസ്റ്റ്, എലിസ ടെസ്റ്റ്, W വെസ്റ്റേൺ ബ്ലോട്ട്, S സതേൺ ബ്ലോട്ട്. എയ്ഡ്സ് സ്ഥിരീകരണ പരിശോധനകളാണ് ന്യൂസ് കേട്ടോ. ന്യൂസ് എന്ന് മെമ്മറി കൂടെ എടുത്തിരിക്കുക. നേവ ടെസ്റ്റ്, എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട്, സതേൺ ബ്ലോട്ട് എല്ലാം എയ്ഡ്സ് എന്ന് പറയുന്നത് വൈറസ് രോഗമാണ്. വൈറസ് രോഗം ബാധിക്കുന്ന നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന രോഗമാണ്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, അണുമുക്തമാകാത്ത സൂചി, സിറിഞ്ച് എന്നിവയിലൂടെയൊക്കെ നമുക്ക് വരുന്ന, അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കൊക്കെ പകരുന്ന രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം. ക്ഷയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് ക്ഷയം. ട്യൂബർകുലോസിസ് ഒരു ബാക്ടീരിയ രോഗമാണ് ക്ഷയം എന്ന് പറയുന്നത്. വായുവിൽ കൂടി പകരുന്ന ഒരു രോഗമാണ്. ക്ഷയത്തിനുള്ള വാക്സിനാണ് നമ്മൾ BCG എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം നൽകുന്ന വാക്സിൻ BCG ആണ്. BCGയുടെ ഫുൾ ഫോം ബാസിലസ് കാൽമറ്റിക് ഗുറിൻ എന്നാണ്. ബാസിലസ് കാൽമറ്റിക് ഗുറിൻ. BCG വാക്സിൻ കണ്ടെത്തിയ ആളുടെ പേരാണ് കാൽമറ്റിക് ഗുറിൻ എന്ന് പറയുന്നത്. കാൽമറ്റിക് ഗുറിനാണ് BCG വാക്സിൻ കണ്ടെത്തിയത്. ഓർത്തിരിക്കുക, ക്ഷയരോഗം വായുവിൽ കൂടി പകരുന്ന രോഗമാണ് ക്ഷയരോഗം എന്ന് പറയുന്നത്. കുഷ്ഠരോഗം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പകർച്ചവ്യാധിയാണ് ഏതാ കുഷ്ഠരോഗം എന്ന് പറയുന്നത്. ബാക്ടീരിയ രോഗമാണ്. ലെപ്രാമിൻ ടെസ്റ്റും ഹിസ്റ്റാമിൻ ടെസ്റ്റും എന്താണെന്ന് വെച്ചാൽ അത് കുഷ്ഠരോഗത്തിനുള്ള പരിശോധനകളാണ്. ഓക്കെ, താങ്ക് യു.